അപ്പം നിങ്ങളെല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ ഒത്തിരി റോസൊക്കെ ഉണ്ടായ കാലമാണ്. ഇപ്പോൾ തന്നെ ഗാർഡനിലുള്ള റോസുകളും മറ്റു പൂക്കളൊക്കെ ആയിട്ട് നിങ്ങൾ കാണണേ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോണത് ഇൻസ്റ്റൻറ്റ് പോട്ടിൽ ഇൻസ്റ്റൻറ്റ് ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഞാൻ കാണിച്ചു തന്നെ ചിക്കൻ മസാല ഇല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് കാണാം. അതിന് എനിക്കൊരു ചെറിയ കുളമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇൻസ്റ്റൻറ്റ് പോട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകും. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ സവാളയുടെ കൂടെ തന്നെ 2 പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പൊടിക്കായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് പോട്ടിൽ ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ ഞാൻ ആദ്യം ഇടുന്നത് ഇവിടുത്തെ സോട്ടേ മോഡിലാണ്. അപ്പോൾ പാത്രം പയ്യെ ചൂടായി വരും. എന്താ അപ്പോൾ ഓണായി, സോട്ടേ മോഡ് ഓണായി എന്ന് പറഞ്ഞാൽ പാത്രം ചൂടായിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണിൻ്റെ അകത്ത് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എണ്ണ പയ്യെ ചൂടായി വന്നിട്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊക്കെ പൊട്ടി വരാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ അരിഞ്ഞ് വെച്ച് 2 സവോളയും 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി കുറച്ച് ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സവോളയ്ക്ക് തന്നെ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ത് പേസ്റ്റായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഉണക്ക കറിവേപ്പിലയാണുള്ള അതും കൂടെ കൊടുക്കാറ്. ഞാൻ എന്ത് പറഞ്ഞാലും ഇത് ഇൻസ്റ്റൻറ്റ് ചിക്കൻ കറിയാണ്. അപ്പം നമ്മൾ ഒത്തിരി ഒന്നും വഴന്നു വരാൻ വെയിറ്റ് ചെയ്യണ്ട. ഇതിൽ 2 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് ലേശം ഉപ്പ് ഇപ്പം നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിതൊന്ന് പയ്യെ വാടി വരുമ്പോൾ നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ആ സെയിം ടീസ്പൂണിൽ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ മല്ലിപ്പൊടി മാത്രമാണ് ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തുള്ളൂ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി ഞാനിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത് ചിക്കൻ മസാലയൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ചിക്കൻ കറി കേട്ടോ. ഇത് സാധാരണ പൊടികളൊക്കെ ഉപയോഗിച്ച് ഇതൊന്ന് പയ്യെ അതിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ ആഡ് ചെയ്തു, ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പോട്ടിലായതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് 1/2 കപ്പെങ്കിലും വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം.
ഇത് ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുള്ള കറിയായിട്ടാണ് ഉപയോഗിക്കണത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കണത് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെയാണ് ഒഴിക്കണമെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കപ്പ് 1/4 പാല് ഒഴിച്ചു കൊടുത്താൽ. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം തന്നെ 1/2 കപ്പ് മാഗിയുടെ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇത് റെഡിയായി വരുമ്പോൾ എനിക്കൊന്നും ചെയ്യണ്ട, ജസ്റ്റ് കഴിക്കാൻ ജസ്റ്റ് എടുത്ത് വിളമ്പിയാൽ മതി. അപ്പം അതാണ് ഇൻസ്റ്റൻറ്റ് പോട്ടിൻ്റെ ഗുണം. നമ്മളിത് എപ്പോഴാണ് അത് കുക്ക് ചെയ്ത് വരണേന്നോ ഇനി ഒന്നും എനിക്ക് ചെയ്യാനില്ല, ജസ്റ്റ് അടച്ചു വയ്ക്കുക. ഞാനിത് ഇൻസ്റ്റൻറ്റ് പോട്ടിൻ്റെ അടപ്പ് വെച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്തു. ഇനി എൻ്റെ ഈ സോട്ടേ മോഡ് ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രഷർ കുക്കർ മോഡ് ഓൺ ചെയ്യാണ്. പ്രഷർ കുക്കറിൽ 4 മിനിറ്റ് മതി, ഇത് റെഡിയാവും. 4 മിനിറ്റ് പ്രഷർ കുക്കറിൽ സെറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ പ്രഷർ പോകാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ എന്താ, ചിക്കൻ കറി റെഡി. ചിക്കൻ കറിയുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഇത് റെഡി ആവണം നോക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇത് കറി റെഡി ആകുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇത് 4 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് L000 എന്നൊക്കെ വരും. അപ്പോൾ ഇത് L00 ഒരു 2023 ആയിട്ടാണ് സാധാരണ ഞാൻ തുറക്കാറ്. കാരണം അതിൻ്റെ പ്രഷർ പോകണം. കാണാൻ പറ്റുന്നുണ്ട്. ഇതാ താഴത്തേട്ട് തന്നെ വാൽവ് താഴത്തേട്ട് വരുമ്പോഴാണ് ഇത് റെഡിയാവണേ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇതിനകത്ത് ചോറൊക്കെ വെക്കാം കേട്ടോ. സെയിം 4 മിനിറ്റ് തന്നെ വെച്ച് ഞാൻ നമ്മുടെ മട്ട റൈസ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ രാവിലെ ഇതിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പയ്യെ വാമായിട്ട് വൈകുന്നേരം ആകുമ്പോൾ അതിനകത്തിരിക്കും. അതുപോലെ സ്ലോ കുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ടാവും. തൈര് ഉണ്ടാക്കാം, അല്ല റൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ വളരെ യൂസ്ഫുള്ളാണ്. ഇത് ആമസോണിൽ നമ്മുടെ നാട്ടിലും അവൈലബിളാണ് ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റൻറ്റ് ചിക്കൻ കറി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ തുറന്ന് എടുക്കുന്നതായിരിക്കും അതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ. ഈ സമയത്ത് ഞാൻ ചെറി ഉണ്ടായേക്കുന്നത് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചെറി എടുത്ത് വന്നേക്കുന്നുണ്ടോ? ഒത്തിരി ഇല്ല, കുറേയൊക്കെ കിളി കൊത്തിപ്പോയിന്ന് തോന്നുന്നു. കിളി തിന്നുകൊണ്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ മനോഹരമായ ചുമന്ന റോസാപ്പൂ നോക്കി, നല്ല ഭംഗിയില്ലേ നോക്കി. സ്ട്രോബെറിനകത്ത് കുറച്ച് സ്ട്രോബെറി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തിട്ട് വരുമ്പോൾ എടുത്ത് കഴിച്ച് തീർന്നു പോയി. ഇത് ഉണ്ടായി വരുന്നത്. അതുപോലെ തന്നെ ഇതാ ബ്ലൂബെറി പൂത്ത് വരുന്നുണ്ടോ? അത് ബ്ലൂബെറിയാണ്. ഞാൻ പഴുത്ത് വരുമ്പോൾ കാണിച്ചു തരാം. മനോഹരമായൊരു മഞ്ഞ റോസാപ്പൂ, സ്ക്ലോ എന്ന് പറഞ്ഞ. ശരി, എൻ്റെ റോസിൻ്റെ ഇടയിൽ കയറി വന്നിരിക്കുന്ന ഇത് നോക്കി. ആപ്പിള്, കുഞ്ഞാപ്പിള്. ഇതൊരു ജൂലൈ ഒക്കെ ആവും കേട്ടോ. ഇത് പഴുത്ത് വരുമ്പോൾ നിറയെ ഉണ്ടായിട്ടുണ്ട്. നിറയെ ഉണ്ടായിട്ടുണ്ട്. കുറേ ഞങ്ങളും കുറേ കിളികളും കുറേ പുഴുകളൊക്കെ ആയിട്ട് തിന്നേറും, കുറേ താഴെ പോവും. അങ്ങനെയൊക്കെയാണ് എല്ലാ കൊല്ലവും. നല്ല മധുരമുള്ളൊരു നല്ല ആപ്പിളാണ്. അല്ല, വേറൊരു പൂവിൻ്റെ പേരെനിക്കറിയില്ല. വേറൊരു മനോഹരമായ പൂവ്. ഇത് പെറ്റൂനിയ എന്ന് പറഞ്ഞൊരു ഫ്ലവറാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം ഞാൻ ഈ സമയം കൊണ്ട് പുറത്തേ പോയി എൻ്റെ ഗാർഡനിൽ ചെടിയൊക്കെ നനച്ചിട്ട് വന്നു. അപ്പോൾ ഏകദേശം 27 മിനിറ്റ് ഇതിലായിട്ടുണ്ട്. ഇതാ വാൽവ് താഴ്ന്നു പോയിട്ടുണ്ട്. ആവിയൊന്നുമില്ല, തുറക്കാൻ പോവാണ്.
ദാ വളരെ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി. നിങ്ങൾക്ക് എന്നെ പോലെ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ അല്ല ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് കോക്കനട്ട് മിൽക്ക് പൗഡർ അല്ല തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സോട്ടേ മോഡിൽ 2-3 മിനിറ്റ് ഇട്ട് ഒന്ന് പയ്യെ തിളവരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. അപ്പം ഞാൻ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത കാരണം വളരെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി. അപ്പോൾ ഇതിൻ്റെ എന്താ വേറെ ഒരു ഗുണം, ഈ പാത്രം അങ്ങ് പൊക്കി വെച്ച് നമുക്ക് മേശപ്പുറത്ത് വെച്ച് സെർവ് ചെയ്യാൻ എളുപ്പവും കൂടിയാണ്. ഒരൊറ്റ പാത്രത്തിലെല്ലാം കഴിഞ്ഞു, പിന്നെ നമ്മൾ നോക്കി നിൽക്കുകയും വേണ്ട. എന്തൊരു എളുപ്പം അല്ലേ. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് പോട്ട് ആമസോണിൽ കിട്ടും.